നമസ്കാരം. പലപ്പോഴും പല പ്രതിപക്ഷ പാർട്ടികളടക്കം ഇന്ത്യയുടെ നിലപാടുകളെ അന്തർദേശീയ തലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കനിമൊഴി കരുണാനിധിയുടെ വാർത്ത ചെയ്തിരുന്നു. അതിനു മുൻപ് ശശി തരൂരിന്റെ പല വാർത്തകളും ചെയ്തു. അതായത് ഇവരൊക്കെ പ്രതിപക്ഷ കക്ഷികളിൽ പെട്ട രാഷ്ട്രീയ നേതാക്കളാണ്. ഒരു വേള ഇവർ വെളിയിൽ പോയിട്ട് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പരാജയത്തെക്കുറിച്ചാണ് സ്വാഭാവികമായും പറയാൻ സാധ്യത. പക്ഷേ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയാണ് ഇവരെ പറഞ്ഞയക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഡെലിഗേറ്റുകളായിട്ടാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യത്തിരുന്നു കൊണ്ട് പാകിസ്ഥാൻ സ്തുതിഗീതങ്ങൾ പാടുന്ന നിരവധി പേരുണ്ട്, രാഷ്ട്രീയക്കാരടക്കമുണ്ട്. അവരൊക്കെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്കറിയില്ല. മതഭീകരതയെ താലോലിക്കുന്ന, അവർക്ക് മതഭീകരന്മാർക്ക് അനുകൂലമായി പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്, തെമ്മാടി രാഷ്ട്രത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന സാധാരണക്കാരായ ആളുകളും അതുപോലെ നിരവധി സംഘടനകളും അതുപോലെ വ്യക്തികളും നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാണം കെട്ടവന്മാരായി മാറിയിരിക്കുന്നു ഈ ഒരവസരത്തിൽ എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നാനാഭാഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവിധ പിന്തുണയും അതുപോലെയുള്ള നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ തന്നെ നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും രാജ്യത്തിന് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇത്രയും ദീർഘമായ ഒരു ആമുഖം നൽകിയത് ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന നാഷണൽ കോൺഫറൻസ്, കാശ്മീരിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നാണ് നാഷണൽ കോൺഫറൻസ്. അതിന്റെ നേതാവ് ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അല്പം ചരിത്രമാണ് പുള്ളി പറയുന്നത്. ആ ചരിത്രം തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം കൂടിയാണ്. ചെറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ട്വിറ്റർ പോസ്റ്റാണ്. അബ്ദുള്ള ഒമർ: Former PM Narasimha Rao selected Atal Bihari Vajpayee for the delegation for UNHRC in Geneva to counter Pakistan in 1994. Vajpayee ji returned to India. BJP welcomed him with grand celebration. Shashi Tharoor is criticized and slammed by Congress party for his stand in the support of India. ഞാനത് വിശദീകരിക്കാം. അതായത് 94-ൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ PV നരസിംഹറാവു ഈ ജനീവയിൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കാനായിട്ട് അയച്ചത് BJPയുടെ അന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവും പിന്നീട് പ്രധാനമന്ത്രിയുമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ജിയാണ്. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഇവിടെയുള്ള BJP പ്രവർത്തകരും BJPയുടെ നേതാക്കളും സകലമാന ആളുകളും അദ്ദേഹത്തെ വലിയ ആഘോഷത്തോടുകൂടി സ്വീകരിച്ചു. കാരണം അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്, അദ്ദേഹം എടുത്ത നിലപാട് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന നിലപാട് തന്നെയാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസുകാർ എന്താണ് ചെയ്യുന്നത്? ശശി തരൂർ ഈസ് ക്രിട്ടിസൈസ്ഡ്, അയാളെ വിമർശിക്കുന്നു, ആൻഡ് സ്ലാംഡ്, അതായത് അടിക്കുന്നതിന് തുല്യമായി അയാളെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇത് ചെയ്യുന്നത് എത്രമാത്രം നീചമാണ് എന്ന് ഇന്ത്യ മുന്നണിയുടെ കൂടി ഭാഗമായ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഒമർ അബ്ദുള്ളയാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത, രാഷ്ട്രീയ പാപ്പരത്വം, രാഷ്ട്രീയ അധപ്പതനം, കോൺഗ്രസ് എന്ന പാർട്ടി ഇത്രയും കാലം ഉണ്ടാക്കിയ വലിയ ചരിത്രപരമായ കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാം വിസ്മരിച്ചുകൊണ്ട്, രാജ്യത്തെ മറന്നുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ മറന്നുകൊണ്ട്, രാജ്യത്തിന്റെ ചരിത്രം മറന്നുകൊണ്ട്, എല്ലാത്തിനെയും വിസ്മരിച്ചുകൊണ്ട് വെറും ചീഞ്ഞു നാറിയ പാർട്ടിയായി മാറി എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കൂടി ഭാഗമായ യുവ നേതാവും മുൻ മുഖ്യമന്ത്രി, കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി, പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിന് കാശ്മീരിലെ സ്ഥിതിഗതികളും പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ അറിയാം. ഫാറൂഖ് അബ്ദുള്ളയുടെ മകനാണ്, ഇന്ത്യ മുന്നണിയുടെ കൂടി ഭാഗമായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, അപ്പോൾ കോൺഗ്രസിന്റെ ഈ ചീഞ്ഞു നാറിയ രാഷ്ട്രീയം ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ദുർഗന്ധം വമിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളത്രയായി. ഇനിയും ഈ പാർട്ടിയെ വച്ചുകൊണ്ടിരിക്കണോ, തൂത്തുവായി ചവറ്റുകുട്ടയിൽ, ഇപ്പൊ തന്നെ ചവറ്റുകുട്ടയിലാണ്, ചവറ്റുകുട്ടയിൽ എറിയണോ എന്ന് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും. കാരണം ഒപ്പമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖനായ നേതാവ്, ബുദ്ധിയും വിവരവുമുള്ള നേതാവ് പോലും നമ്മുടെ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുമ്പോൾ പഴയ ചരിത്രം, 94-ലെ ചരിത്രം പറഞ്ഞുകൊണ്ട്, അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് പോയത്. അത് പറഞ്ഞു വിട്ടത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവാണ്. അദ്ദേഹം ജനീവയിൽ പോയി രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്, അതാണ് സംസാരിച്ചത്. അപ്പോൾ ഇവിടെ കോൺഗ്രസുകാരും BJPക്കാരും എല്ലാവരും ചേർന്ന് അടൽ ബിഹാരി വാജ്പേയിജിയെ കരഘോഷങ്ങളോടെ സ്വീകരിച്ചാനയിച്ചപ്പോൾ ഇവിടെ ശശി തരൂരിനെ ചീത്ത വിളിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന നാറിയ പരിപാടി കോൺഗ്രസിനെ ഇനിയും നിർത്താറായില്ലേ എന്ന് സാധാരണക്കാരൻ പോലും, സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോലും, ഒരു പാർട്ടിയും ഇല്ലാത്തവൻ പോലും ചോദിച്ചു പോകും. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു.